ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആൻഡമാനിലെ ജാർവ വംശജരാരും തന്നെ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, പ്രകൃതിയുടെ അടയാളങ്ങൾ വായിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നത് തന്നെ. കടൽ വെള്ളത്തിന് നിറം മാറുന്നതും കടൽ പക്ഷികൾ ദിശ മാറുന്നതും കണ്ടപ്പോൾ മലമുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ് സുരക്ഷിതമെന്ന് അവർക്കറിയാമായിരുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ പുത്തൻ ആശയങ്ങളുമായി എത്തുന്ന ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയായി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ E കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണുള്ളത്. ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയുകയുണ്ടായി: ശുചിത്വമുള്ളവനോട് മാറി നിൽക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇനി പറഞ്ഞാൽ തന്നെ മാറി നിൽക്കാൻ മനസ്സ് വരുമോ? അന്യരെ ബോധിപ്പിക്കുവാൻ മാത്രം ശുചിത്വം ഉണ്ടായാൽ പോരാ, അത് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണം. മാലിന്യ പരിപാലനത്തിന്റെ പുത്തൻ ആശയങ്ങളുമായാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നാദാപുരം ഗ്രാമപഞ്ചായത്ത്. നാദാപുരം പഞ്ചായത്തിൽ നിന്ന് ഇന്ന് ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീ സൂപ്പി നരിക്കാട്ടേരി, വൈസ് പ്രസിഡന്റ് ശ്രീ PK ദാമു മാസ്റ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ VC ഇക്ബാൽ, CDS ചെയർപേഴ്സൺ ശ്രീമതി PK പത്മിനി, മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സൂപ്പർവൈസർ ശ്രീമതി KK സുജല, കൂടാതെ ആരോഗ്യ ശുചിത്വ സമിതിയുടെ മെമ്പർ ശ്രീ CK പുരുഷു എന്നിവരാണ്. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, കോഴിക്കോട്ട് നിന്ന് ഇവിടെ ഈ വേദിയിലേക്ക് സർ എത്തിയിരിക്കുകയാണ്, ഒരു പഞ്ചായത്തിനെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട്. സാറിനിപ്പോൾ എന്ത് തോന്നുന്നു? ഈ പരിപാടി വളരെയേറെ ശ്ലാഘനീയമാണ്. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ലോകത്തിന് മുമ്പ് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്ന നിലയിലും മറ്റ് പഞ്ചായത്തുകളുടെ പരിപാടികളുടെ ഒരു വിനിമയം നടക്കുന്നു എന്നുള്ളതും വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പഞ്ചായത്തിനെ വളരെ ബ്രീഫായി എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? നാദാപുരം നാദങ്ങളുടെ പൂരം, അത് ലോപിച്ചാണ് നാദാപുരമായി മാറിയതെന്നാണ് ചരിത്രം. കടത്തനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായ കുറ്റിപ്പുറം കോവിലകം നാദാപുരം ഗ്രാമപഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത്. ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയ റോഡ് ഇന്നും ടിപ്പു സുൽത്താൻ്റെ പേരിൽ സ്മാരകമായി അറിയപ്പെടുകയാണ്. തച്ചോളി ഓതേനൻ്റെയും ഉണ്ണിയാർച്ചയുടെയും പാദസ്പർശനമേറ്റ ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ഒട്ടേറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് നാദാപുരം എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമുക്കിനി ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങിയെത്താം. പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ല ഇതാണ് കടത്തനാട്. പുത്തൂരും വീടും ഉണ്ണിയാർച്ചയും കളരിത്തറയും ചേകവന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കടത്തനാട്. അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ പോയ ഉണ്ണിയാർച്ച ജോനകന്മാരുമായി പോരടിച്ച നാദാപുരത്തങ്ങാടിയും കടത്തനാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കുറ്റിപ്പുറം കോവിലകവുമൊക്കെ ഇവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് വീരഗാഥകൾ ഇന്നും ഈ നാട് പാടി നടക്കുന്നുണ്ട്. കടത്തനാട് രാജാക്കന്മാരുടെ കുറ്റിപ്പുറം കോവിലകത്തിന്റെ ഇപ്പോഴുള്ള അവശേഷിപ്പുകളാണ് ഈ കാണുന്ന മതിലും അപ്പുറത്തുള്ള കുളവുമൊക്കെ.
നാദാപുരത്തെ പഴയ ജുമാഅത്ത് പള്ളിയാണിത്. കേരളീയ വാസ്തുശില്പ ശൈലിയിൽ പണി കഴിപ്പിച്ച ഈ പള്ളി ഇപ്പോഴും കെട്ടിലും മട്ടിലും അതിന്റെ പഴയ പ്രൗഢി നിലനിർത്തുന്നു. ഇതാണ് ടിപ്പു സുൽത്താൻ റോഡ്. പണ്ട് ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്നും തലശ്ശേരി വഴി കുറ്റിപ്പുറം കോവിലകത്തേക്ക് വന്നത് ഈ വഴിയാണെന്നാണ് ചരിത്രം. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് നാദാപുരത്തിനുള്ളത്? സമ്പൂർണ്ണ ശുചിത്വം, അതേപോലെ ഇൻഡോർ സ്റ്റേഡിയം, മൂന്നാമതായി സമഗ്ര നാളികേര വികസന പദ്ധതി. ഇതാണ് പ്രധാനമായി ഉയർത്തി കാണിക്കുന്ന പദ്ധതികൾ. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പ്രധാന പദ്ധതി ഏതാ? ശുചിത്വം എന്നുള്ളത് തന്നെയാണ് അല്ലേ? നമുക്കിപ്പോ വികസന കാഴ്ചകളൊക്കെ കാണാം അല്ലേ? നാദാപുരം പഞ്ചായത്തിലെ കല്ലാച്ചി ടൗൺ ആണിത്. നഗരം ഉണർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങി, കച്ചവടമൊക്കെ ഉഷാറാകാൻ പോവുകയാണ്. പക്ഷേ ഒരു കൂട്ടർ അവരുടെ ജോലിയൊക്കെ തീർത്ത് തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ്. നാദാപുരം പഞ്ചായത്തിലെ തൂപ്പുകാരാണിവർ. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ഈ പട്ടണം ആളുകളെയൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. നാദാപുരം പഞ്ചായത്തിൽ 2 പ്രധാന പട്ടണങ്ങളാണുള്ളത്, കല്ലാച്ചിയും നാദാപുരവും. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുനഗരങ്ങളിലെ മാലിന്യ പ്രശ്നം നാദാപുരം പഞ്ചായത്തിന് എന്നും ഒരു തലവേദനയായിരുന്നു. ഈ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി നാദാപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിന്റെ സ്റ്റാഫുകൾ കൂടാതെ സമിതി നിയമിച്ചിരിക്കുന്ന 6 പേർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമായ പാലോഞ്ചാലയിലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് എത്തിക്കുന്നത്. ഇത് ഞാൻ തന്നെയാട്ടോ. അതെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊന്നുമല്ല, ഇവരുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് ഈ പോക്ക്. ഇതാണ് പാലോഞ്ചാലയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്. 5 ടണ്ണാണ് ഇതിന്റെ കപ്പാസിറ്റി. 5 മാസം മുമ്പാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. ഖരമാലിന്യ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനായി നഗരത്തിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് ജൈവവളമാകുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പ്രദേശത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജൈവവളം ആക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനു വേണ്ടി കോയമ്പത്തൂർ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ദിവസം മരുന്നടിക്കും, വെള്ളം അടിക്കും. അങ്ങനെ ഇത് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു 60 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അട്ടി ഇവിടെ ഇടും. ഇത് കംപ്ലീറ്റ് നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ മിഷനിലൊക്കെ ഇട്ടിട്ട് അരിച്ചെടുക്കും. അപ്പോൾ അത് വളമായിട്ട് വന്ന് ഇപ്പോൾ പിന്നെ ഉള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഡാ മൂടി ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ വേർതിരിക്കും. പ്ലാന്റിൽ നിന്നുള്ള ഖരമാലിന്യ ജൈവവളം വിതരണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം വിതരണം ചെയ്തു തുടങ്ങും. അറവുശാലയിലെയും മത്സ്യ മാർക്കറ്റിലെയും അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പ്ലാന്റാണിത്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ആവശ്യങ്ങൾക്കും ഇതിനടുത്തുള്ള തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനുമായി ഈ ബയോഗ്യാസ് ഉപയോഗിക്കാൻ പഞ്ചായത്തിന് പദ്ധതിയുണ്ട്. നമുക്കിനി ഇവരുടെ മാലിന്യ പരിപാലന പദ്ധതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയമാണ്. നമ്മുടെ ജഡ്ജസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കണ്ണൻ സർ, ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാലിന്യം സംസ്കരിക്കുന്നതും പിന്നെ അത് വളമാക്കുന്നതും ബയോഗ്യാസ് പ്ലാന്റ് വരാൻ പോകുന്നു. ഈ ഘടകം അല്ലാതെ തന്നെ ടോട്ടൽ ശുചിത്വം, സമ്പൂർണ്ണ ശുചിത്വം എന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് മറ്റ് പ്രധാന ഘടകങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ വൃത്തിയാക്കൽ മാത്രം അല്ലാതെ തന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. ഇതെന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് ഇതിനെ പറ്റി വാർഡ് തലത്തിൽ ശുചിത്വ സർവേ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ വാർഡിലും ആരോഗ്യ ശുചിത്വ സേന രൂപീകരിച്ചു. ആ സേനയുടെ സർവേ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്തി. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തിന് സമ്പൂർണ്ണ ശുചിത്വം എന്നൊരാശയം ഉയർന്നു വരികയും